ഇതിൽ കുറേ പ്രശ്നങ്ങളുണ്ട് ദിവ്യ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഇവർ ഉപസമിതിയെ നിയമിച്ചത് എന്തിനാണ്? PM ശ്രീ തുടരാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാം എന്നാലോചിക്കാനാണോ, അതോ PM ശ്രീയിൽ നിന്ന് എങ്ങനെ പിന്മാറാം എന്നാലോചിക്കാനാണോ? ഇതാണ് കാതലായ ചോദ്യം. പക്ഷേ ഇപ്പോൾ UDF കൺവീനർ അടക്കമുള്ളവരുടെ പ്രതികരണങ്ങൾ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് PM ശ്രീയിൽ എങ്ങനെ തുടരാം എന്നാണ് ഇവർ ഉപസമിതിയിൽ ചർച്ച ചെയ്തത് എന്നുള്ളതാണ്. PM ശ്രീ നേരത്തെ ദിവ്യ ഇൻട്രോയിൽ സൂചിപ്പിച്ചതുപോലെ PM ശ്രീ ഒരു തരത്തിലും നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്തൊരു പദ്ധതിയാണെന്നും അറബിക്കടലിലേക്ക് വലിച്ചെറിയേണ്ടതുമാണെന്നാണ് UDFന് നിലപാടുണ്ടായിരുന്നത്. പക്ഷേ ആ നിലപാടുള്ള UDF അധികാരത്തിൽ വന്നപ്പോൾ ഈ പറയുന്ന PM ശ്രീയെ നമുക്ക് എങ്ങനെ ബുദ്ധിമുട്ടില്ലാതെ ആർക്കും ദോഷമില്ലാത്ത ഒന്നാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ള രീതിയിലേക്കാണ് അതിലേക്ക് ചർച്ച കൊണ്ടുപോയത്. അതുകൊണ്ടാണ് ഈ ഉപസമിതിയുടെ തീരുമാനം, UDFൻ്റെ തീരുമാനമൊക്കെ ഇപ്പോഴും ഒരു ക്ലാരിറ്റി ഇല്ലാതെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. അതവിടെ നിൽക്കട്ടെ. ഇന്ന് വന്ന വാർത്തകളുടെ നിജസ്ഥിതിയെക്കുറിച്ച് നമ്മളൊന്ന് അന്വേഷിക്കണമെന്നുള്ളൂ. ഒന്നാമത്തെ കാര്യം, PM ശ്രീ പദ്ധതിയിൽ നിന്ന് കേരളത്തിൽ പിന്മാറാം എന്നുള്ള വാർത്ത വരുന്നു. അതോടൊപ്പം തന്നെ പാഠ്യപദ്ധതിയുമായി ബന്ധപ്പെട്ട് ആദ്യം ഒരു വാർത്ത വരുന്നു, പിന്നീട് ആ വാർത്ത മാറുന്നു. ഈ പിന്മാറാം എന്നുള്ളതിൻ്റെ ആ വാർത്ത വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? PV അബ്ദുൽ വഹാബ് MP ചോദിച്ച ഒരു അൺസ്റ്റാർഡ് ചോദ്യത്തിന് നൽകിയ മറുപടിയാണല്ലോ. പക്ഷേ അദ്ദേഹം സ്പെസിഫിക് ആയിട്ട് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ABCDEF ഈ രണ്ട് ചോദ്യങ്ങൾക്കുള്ള മറുപടി ആയിട്ടാണ് ഇത് വന്നത്. എന്ന് പറയുന്ന ചോദ്യം ഇതാണ്: പദ്ധതിയിൽ ചേരാത്തതോ പിൻവാങ്ങാത്തതോ ആയ സംസ്ഥാനങ്ങൾക്ക് സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ഉൾപ്പെടെയുള്ള അനന്തരഫലങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. രണ്ടാം F എന്ന് പറയുന്ന നമ്പർ പിൻവാങ്ങിയതോ ആയ the consequences including financial implications for states that do not join or withdraw from the scheme എന്നാണ് ചോദിച്ചത്. രണ്ടാമത്തത്, PM ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറിയ സംസ്ഥാനങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമോ? പിന്മാറാമോ എന്നല്ല ചോദിച്ചത്, പിന്മാറിയ സംസ്ഥാനങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമോ? സ്കൂൾ വിദ്യാഭ്യാസത്തിനായുള്ള കേന്ദ്ര സഹായത്തിൽ എന്ത് സ്വാധീനമാണ് ചെലുത്തുക? ഇതായിരുന്നു രണ്ട് ചോദ്യം. ഈ രണ്ട് ചോദ്യത്തിനുള്ള ഉത്തരം ഒരൊറ്റ ഉത്തരമായിട്ടാണ് പറയുന്നത്. അത് ആ ഉത്തരം പറയുന്നതിൽ എന്താണ്? PM ശ്രീ പദ്ധതിയിൽ ചേർന്നാനുള്ള ആനുകൂല്യങ്ങൾ, ഗുണങ്ങളൊക്കെ വിവരിച്ചിട്ട് ഏറ്റവും അവസാനം പറയുന്നത്, therefore the states that do not sign the MOU or withdraw from the scheme stand to miss out on these benefits of PM ശ്രീ scheme. ഈ നേരത്തെ വിവരിച്ച എല്ലാ ബെനിഫിറ്റും അവർക്ക് നഷ്ടമാവും. പദ്ധതിയിൽ ചേരാത്തതോ പദ്ധതിയിൽ നിന്ന് പിന്മാറിയതോ ആയ സംസ്ഥാനങ്ങൾക്ക് ഈ പറയുന്ന ആനുകൂല്യങ്ങളൊക്കെ നഷ്ടമാകും എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഇദ്ദേഹം സ്പെസിഫിക് ആയിട്ട് പദ്ധതിയിൽ നിന്ന് സംസ്ഥാനങ്ങൾക്ക് ഏകപക്ഷീയമായി പിന്മാറാമോ എന്നുള്ള ചോദ്യം അദ്ദേഹം ചോദിച്ചിട്ടുമില്ല, അങ്ങനെ ഒരു മറുപടി പറഞ്ഞിട്ടുമില്ല. ഇത് വെച്ചിട്ടാണ് പദ്ധതിയിൽ നിന്ന് സംസ്ഥാനങ്ങൾക്ക് പിന്മാറാം എന്ന് വ്യാഖ്യാനിക്കുകയും അങ്ങനെ ഒരു വാർത്ത വരികയും ചെയ്തത്. ഇതാണ് ഞാൻ പറഞ്ഞതിൻ്റെ ഒരു ചുരുക്കം. ഇത് നിലനിൽക്കുമ്പോൾ തന്നെ, പിന്മാറാമെന്ന് നിൽക്കുമ്പോൾ തന്നെ ഈ MOUയിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതിൽ ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നതിൽ അത് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, കരാർ അസാധുവാക്കാനും റദ്ദാക്കാനും പിന്മാറാനും മാറ്റം വരുത്താനുമുള്ള അധികാരം കേന്ദ്ര സർക്കാരിൽ നിക്ഷിപ്തമാക്കുന്നു എന്ന് വ്യക്തമായി ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ MOUയിൽ കൃത്യമായിട്ട് എങ്ങനെയാണ് കരാറ് റദ്ദാക്കുന്നത്, എങ്ങനെയാണ് അതിന് പിന്മാറുന്നത്, എങ്ങനെയാണ് അതിൽ മാറ്റം വരുത്തുക എന്നൊക്കെ വ്യക്തമായി പറയുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് അബ്ദുൽ വഹാബിന് ലഭിച്ച മറുപടിയിൽ പറയുന്ന കാര്യം ഇതുമാണ്. അപ്പോൾ പദ്ധതിയിൽ നിന്ന് ഇപ്പോൾ UDF ആ കാര്യത്തിൽ UDF എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന, നേരത്തെയും ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അത് ശരിയാണ് എന്നാണ് ഈ പറയുന്ന രേഖകളൊക്കെ വ്യക്തമാക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന MOUയിൽ പറയുന്ന കാര്യവും ഇപ്പോൾ PV അബ്ദുൽ വഹാബിന് ലഭിച്ച മറുപടിയും അതിൽ ഒരു മാറ്റവും ഉണ്ട് എന്ന് എനിക്ക് ഈ രേഖകളൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷേ UDFൻ്റെ നിലപാട് എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. UDF നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പദ്ധതിയിൽ എങ്ങനെ തുടരാം എന്ന് തന്നെയാണ് ഇപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇവിടുത്തെ പ്രശ്നം. പദ്ധതി ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായുള്ളൊരു പദ്ധതിയാണ്. 14,000 സ്കൂളുകളിലാണ് ആകെ ഈ പദ്ധതി ഇന്ത്യയിൽ നടപ്പിലാക്കുന്നത്. അതിൽ ഓൾറെഡി 13,000 സ്കൂളുകൾ മാത്രമേ അതിൽ ഇതുവരെ ചേർന്നിട്ടുള്ളൂ. ഇനി കേരളത്തിലാകെ വളരെ കുറച്ച് സ്കൂളുകൾക്ക് മാത്രമേ ഈ പദ്ധതി ലഭിക്കുകയും ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ അതിന് വലിയൊരു ഫണ്ട്, കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്തെ പരിപോഷിപ്പിക്കാവുന്ന വലിയൊരു ഫണ്ട് അതിന് വരുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാനും വയ്യ. അങ്ങനെ ഇരിക്കെ ഈ കുറഞ്ഞൊരു ഫണ്ടിന് വേണ്ടി എന്തിനാണ് ഈ പദ്ധതിയിൽ കടിച്ചു തൂങ്ങുന്നത്? 2026-27 അധ്യയന വർഷത്തോടു കൂടി ഈ പദ്ധതി അവസാനിക്കുകയും ചെയ്യും. പിന്നെ എന്തിനാണ് ഈ സർക്കാർ ഈ പദ്ധതിയിൽ ഇപ്പോഴും കടിച്ചു തൂങ്ങുന്നത് എന്നുള്ളതാണ് പ്രശ്നം.
പ്രശ്നം. അത് രാഷ്ട്രീയമായ ഒരു തീരുമാനമെടുക്കുക, ഈ പദ്ധതി ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ ഇതിനെ എതിർത്തവരാണ്, ഞങ്ങളിതിനെ എതിർത്തുകൊണ്ടാണ് ജനങ്ങളോട് വോട്ട് തേടിയത്, അതുകൊണ്ട് ഈ പദ്ധതി വേണ്ട എന്ന് തീരുമാനിക്കാം. നേരത്തെ അജിംസ് സൂചിപ്പിച്ചതുപോലെ ഈ പദ്ധതി വേണ്ട, റദ്ദാക്കാൻ കഴിയില്ല. പക്ഷേ കഴിഞ്ഞ സർക്കാർ ഒപ്പിട്ടു എന്നുള്ള തെറ്റ് നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ അതിനുശേഷം ജനങ്ങളുടെ പ്രതിഷേധം, പ്രത്യേകിച്ച് CPIയുടെ ഒക്കെ പ്രതിഷേധം ഉണ്ടായതുകൊണ്ട് പദ്ധതി മരവിപ്പിക്കുക എന്നുള്ള നിലയിലേക്ക് അവർ പോയിട്ടുണ്ട്. അതായത് പദ്ധതിയിൽ ഒന്നും ചെയ്യാതിരിക്കുക എന്നത്. ആ രീതി തുടരുന്നതിന് എന്താണ് പ്രയാസം? മരവിപ്പിക്കൽ എന്ന് പറയുന്ന ആ രീതിയിൽ തുടരാൻ എന്താണ് സംസ്ഥാന സർക്കാരിന് പ്രയാസം? ആ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം തന്നെങ്കിൽ മാത്രമേ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. അതിന് കൃത്യമായ ഉത്തരം കിട്ടിയിട്ടില്ല. ഇപ്പോഴും പറയുന്നത് ഞങ്ങൾ പാഠ്യപദ്ധതിയിൽ, സിലബസിൽ ഒരു മാറ്റവും വരുത്താതെ ഈ പദ്ധതിയെ മുന്നോട്ട് പോകാനാണ് ശ്രമിക്കുന്നത് എന്ന് പറയുന്നു. അത് എന്തിനു വേണ്ടിയാണ് എന്നുള്ള ചോദ്യം ഇപ്പോഴും അവശേഷിക്കുന്നു.